സ്വാഗതം ടോപ് 10ലേക്ക്. സംഘർഷമൊഴിയാത്ത പശ്ചിമേഷ്യ, ആ മേഖലയിലെ സമാധാനത്തിന് എന്നും കൈ കൊടുത്തിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ ഞങ്ങളുടെ സുരക്ഷയിലോ പരമാധികാരത്തിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഈ GCC രാഷ്ട്രങ്ങൾ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ, പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യക്തമാവുകയാണ്. ഇറാന്റെ കുവൈറ്റിന് നേർക്കുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായ പരിക്കടക്കമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ നമ്മുടെ പ്രവാസികളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും ഒക്കെ സുരക്ഷയിൽ അങ്ങേയറ്റം ആശങ്കയേറുന്ന സാഹചര്യം തന്നെയാണ്. വിശദമായി തന്നെ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കുവൈറ്റ് വിമാനത്താവളത്തിനു നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം, ഇന്ത്യക്കാരൻ മരിച്ചു, 63 പേർക്ക് പരിക്ക്, 7 പേരുടെ നില ഗുരുതരം. അപലപിച്ച GCC രാഷ്ട്രങ്ങൾ. ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെട്ട കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചു. കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നും സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പ്രതിപക്ഷം. 10 വർഷം നീതി കിട്ടാത്തവർക്ക് സ്വാഭാവിക നീതി നൽകിയത് മന്ത്രി സണ്ണി ജോസഫ്. ബന്ധുനിയമനാരോപണത്തിൽ പ്രതികരിക്കാതെ സണ്ണി ജോസഫ്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കം തുടരുന്നു. നവകേരള യാത്രയിലെ മർദ്ദനത്തിൽ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് SIT റിപ്പോർട്ട്. തെളിവുകൾ നശിപ്പിച്ചു, ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം. മുഖ്യമന്ത്രിയുടെ ബസ്സിനു നേരെ കല്ലേറുണ്ടായി എന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം കളവെന്നും റിപ്പോർട്ട്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദ കേസ് പുനരന്വേഷണം SITക്ക്. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ട്രോളിംഗ് നിരോധന സമയക്രമം പരിഷ്കരിക്കണമെന്നും വരൾച്ചാ പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ബംഗാളിൽ മമതയ്ക്ക് വീണ്ടും തിരിച്ചടി. തൃണമൂൽ കോൺഗ്രസ് പിളർന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഋതബ്രത ബാനർജിക്ക് 59 MLA-മാരുടെ പിന്തുണ. ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കി അംഗീകരിച്ച സ്പീക്കർ. എല്ലാ പാർട്ടി കമ്മിറ്റികളും പോഷക ഘടകങ്ങളും പിരിച്ചുവിട്ടു. നേതാക്കൾ ഓടിയൊളിച്ചാലും പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. നീക്കങ്ങൾ ചടുലമാക്കി BJP. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 13 പേർ മന്ത്രിസഭയിൽ. G പരമേശ്വര ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജ്, UT ഖാദർ എന്നിവരും സിദ്ധാരാമയ്യയുടെ മകനും മന്ത്രിസഭയിൽ. ചടങ്ങിൽ പങ്കെടുത്ത് ഹൈക്കമാൻഡ് നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രി VD സതീശനും BK ഹരിപ്രസാദ്, കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ. പ്രകൃതിയോട് നന്ദിയുള്ളവരാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സ്നേഹത്തെയും കാരുണ്യത്തെയും മുറുകെ പിടിക്കണമെന്നും അമ്മ. തൃശൂർ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുന്നു. അമ്മയുടെ അനുഗ്രഹ പുണ്യം തേടി ഭക്തജനപ്രവാഹം. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1 നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ. ക്ലാസിക്കൽ ഫോമാറ്റിൽ കാൾസനെ 2 തവണ തോൽപ്പിക്കുന്ന ഒരേയൊരു താരമായി പ്രജ്ഞാനന്ദ. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിലെ തീപിടുത്തത്തിൽ 21 മരണം, നിരവധി പേർക്ക് പൊള്ളലേറ്റു. ഭൂരിഭാഗവും വിദേശികൾ. അനുശോചിച്ച് പ്രധാനമന്ത്രി. ലെമൺ ഗ്രീൻ ഹോട്ടലിൽ അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്ന റിപ്പോർട്ട്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. സ്റ്റോറി ഓഫ് ദ ഡേ. പാലക്കാട്ടെ ഓർമ്മപ്പാലം.
ഇറാൻ US ചർച്ചകൾ സ്തംഭിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. ഖ്വേഷം ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാക്രമണം കടുപ്പിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ഇറാൻ സേന നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു, 63 പേർക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരമെന്നാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇറാൻ നയതന്ത്രജ്ഞരോട് ഉടൻ 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ബഹ്റൈനിലും ആക്രമണമുണ്ടായി. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് ആസൂത്രിത ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയൊക്കെ ഒരു ലംഘനങ്ങളാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് ബഹ്റൈൻ ഭരണകൂടം അപലപിക്കുന്നത്. ആക്രമണങ്ങളെ ഒന്നിച്ച് നേരിടണമെന്നും ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കണമെന്നും GCC രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്തായാലും തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയിലോ പരമാധികാരത്തിലോ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു GCC നേതാക്കൾ. ഇന്ന് പുലർച്ചെ മുതൽ ഉണ്ടായ ആക്രമണത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള സുപ്രധാന സിവിൽ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ വീണ്ടും ലക്ഷ്യമാക്കപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് വ്യോമയാന അതിർത്തിയിൽ പ്രവേശിച്ച 13 ബാലിസ്റ്റിക് മിസൈലുകളും 17 ഡ്രോണുകളും തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. കുവൈറ്റിലെ ഇറാനിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെട്ടു. ഇറാൻ തുടരുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും ഗുരുതര ഭീഷണിയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മധ്യപ്രദേശ് സ്വദേശിയായ മൻസൂർ അഹമ്മദ് റഹ്മാൻ ആണ് മരിച്ചത്. മരിച്ച ഇന്ത്യക്കാരൻ്റെ കുടുംബത്തോട് പ്രതിരോധ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഇന്ത്യക്കാരൻ മരിച്ച സംഭവത്തിൽ ഇന്ത്യൻ എംബസി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കുവൈറ്റ് എയർവേസ് പുറപ്പെടുന്ന ടെർമിനൽ 4ന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതായി കുവൈറ്റ് സിവിൽ വ്യോമയാന അധികൃതർ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ നടപ്പിലാക്കിയതിനെ തുടർന്നാണ് പ്രവർത്തനം പുനരാരംഭിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ജസീറ എയർവേസിന്റെ പ്രവർത്തനങ്ങളും ഉടൻ പുനരാരംഭിക്കുന്നതായും കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ടെർമിനൽ 5ൽ നിന്നായിരിക്കും ജസീറ എയർവേസ് പ്രവർത്തനം നടത്തുക. എന്നാൽ ഇന്നത്തെ ആക്രമണത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച ടെർമിനൽ 1ന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്ന വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 1-നാണ് ടെർമിനൽ 1ന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. അതിനിടെ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖംനേയി ജീവനോടെയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ കാര്യങ്ങളിൽ മുജ്തബ ഖംനേയി സജീവമായി ഇടപെടുന്നതിന്റെ സൂചനകളുണ്ടെന്ന് സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിക്കവേ റൂബിയോ വിശദീകരിച്ചു. ഫെബ്രുവരി 28-ന് ഇറാന് നേരെയുണ്ടായ US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിലാണ് മുജ്തബ ഖംനേയിക്ക് പരിക്കേറ്റത്. ഇറാനുമായി കരാറിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് റൂബിയോ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉപരോധങ്ങൾ നീക്കുന്നതിന് ഇറാൻ ആണവ പദ്ധതികൾ ഗണ്യമായി പരിമിതപ്പെടുത്തണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. ഹോർമോസ് കടലെടുക്ക് ഇറാൻ വീണ്ടും തുറക്കണമെന്നും അതിൽ കൂടി കടന്നുപോകുന്ന കപ്പലുകളെ വെടിവെക്കുന്നത് നിർത്തണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക സഹായിക്കുമെന്നും റൂബിയോ പറഞ്ഞു. ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ കൂട്ടത്തോടെയുള്ള സ്ഥലമാറ്റത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. തുടർന്ന് സഭയിൽ പ്രതിപക്ഷ വാക്കൗട്ട്. പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത്. മാനുഷിക പരിഗണനയില്ലാതെയും അന്യായമായും നടത്തിയ സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 10 വർഷം നീതി കിട്ടാത്തവർക്ക് സ്വാഭാവിക നീതി നൽകിയെന്നായിരുന്നു മന്ത്രി സണ്ണി ജോസഫിന്റെ തിരിച്ചടി. ചർച്ചയ്ക്കിടയിൽ ബന്ധുനിയമനാരോപണം ഉയർന്നു വന്നുവെങ്കിലും മന്ത്രി മറുപടി നൽകിയില്ല. പോലീസിലും ആരോഗ്യവകുപ്പിലും ഉൾപ്പെടെ അവശ്യ സർവീസ് മേഖലയിൽ നടത്തിയ കൂട്ടത്തോടെയുള്ള സ്ഥലംമാറ്റം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർവീസ് സംഘടനാ നേതാക്കൾ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF സർക്കാർ സ്ഥലംമാറ്റങ്ങൾ നടത്തുന്നത് എന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വി ജോയ് ആരോപിച്ചു. അധികാരമേൽക്കുന്നതിന് മുൻപ് സ്ഥലംമാറ്റം നടത്തുന്ന നാണം കെട്ട പണിയാണ് സർക്കാർ ചെയ്തതെന്നും വി ജോയ് പറഞ്ഞു. അധികാരമേൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചതും ബി ജോയ് ഉന്നയിച്ചു. നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്, നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ്. ഇതെന്ത് നാടാണിത്? മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മറുപടി പറഞ്ഞ സണ്ണി ജോസഫ് ആകട്ടെ വി ജോയ് ഉന്നയിച്ച ബന്ധുനിയമന ആരോപണത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലങ്ങും വിലങ്ങുമായിരുന്നു ട്രാൻസ്ഫർ എന്നും ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായി എന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ
ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയായിരുന്നു. ഈ കാലയളവിൽ 1 ഡസനിലധികം തവണ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരുണ്ട്. 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സർ. അതേസമയം സ്ഥാപിത താൽപര്യക്കാർ സർക്കാർ തലത്തിൽ അഴിഞ്ഞാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചില സ്ഥാപിത താൽപര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെതിരെ BJP നിയമസഭയിൽ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നായിരുന്നു വിമർശനമെന്നും ഭരണത്തിൽ വന്നപ്പോൾ അതേപ്പറ്റി മിണ്ടുന്നില്ലെന്നും BB ഗോപകുമാർ പറഞ്ഞു. കാലാകാലങ്ങളായി രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കും, പക്ഷേ അത് തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്നവർ ഈ നിയമസഭയ്ക്കകത്ത് ലോകസഭയ്ക്ക് മുന്നിലും വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, പാട്ടുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ CPM CPI ചർച്ച പരാജയപ്പെട്ടതോടെ നിലപാട് ശക്തിപ്പെടുത്തി തന്നെയാണ് മുന്നണികൾ. ഉപനേതാവ് സ്ഥാനം CPMന് തന്നെയെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ കീഴ്വഴക്കം മാറ്റാൻ തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ മുന്നണിയിൽ ശക്തമായ വിള്ളലുണ്ടാക്കുന്നതിലേക്കാണ് CPIയുടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം നീങ്ങുന്നത്. CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകാനാകില്ലെന്ന നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിൻവാങ്ങാൻ ഇരു പാർട്ടികളുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. സ്ഥാനമുണ്ടായ കാലം മുതൽ അത് കൈവശം വെക്കുന്നത് CPM ആണെന്ന് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു. പദവി ലഭിച്ചില്ലെങ്കിൽ വിഷമകരമായ മറ്റു തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയും ചർച്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MV ഗോവിന്ദന് നൽകി. മുന്നണിയുടെ അർത്ഥം മനസ്സിലാക്കാൻ CPMന് കഴിയുന്നില്ല. കീഴ്വഴക്കം മാറ്റണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. CPM നിലപാട് നിൽക്കുന്നു. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPI നിലപാടിൽ CPI നിൽക്കുന്നു, CPM നിലപാട് CPM നിൽക്കുന്നു. CPM ബന്ധത്തെ പറ്റി ഞങ്ങൾക്ക് നിലപാടുണ്ട്. LDFൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. CPIയുടെ 8ഉം RJDയുടെ 1 ഉൾപ്പെടെ 35 അംഗങ്ങളാണ് LDFന് നിയമസഭയിലുള്ളത്. മുന്നണി മര്യാദയുടെ ഭാഗമായി K രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നാണ് CPI ആവശ്യം. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതെന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭയിൽ മുന്നണി മാറി ഒറ്റ ബ്ലോക്കായി ഇരിക്കണമെന്നും വേണ്ടെന്നും ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയർന്നതായാണ് സൂചന. അടുത്ത ദിവസം നടക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPMന്റെ നിഷേധ നിലപാട് ചർച്ചയായേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവകേരള യാത്രയ്ക്കിടയിലെ രക്ഷാപ്രവർത്തനത്തെ ന്യായീകരിക്കാൻ പാർട്ടിയും സർക്കാരും അന്നിറക്കിയ നുണക്കഥകൾ അടപടലം പൊളിയുകയാണ്. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വിശദമായി വാദം കേട്ടു. ഔദ്യോഗിക കൃത്യനിർവഹണം എന്ന വാദത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നപ്പോൾ കേസിൽ നരഹത്യാശ്രമം ചുമത്തിയതിനെതിരെയും മെഡിക്കൽ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളെയും കോടതി ചോദ്യം ചെയ്തു.
വിവാദ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളായ 5 ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടത്. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അണിയം വർഗീസാണ് കേസ് പരിഗണിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സുരക്ഷാ ചുമതല മാത്രമായിരുന്നു തങ്ങൾ നിർവഹിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. കരിങ്കൊടി ഉയർത്തി വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെടുത്ത പ്രതിഷേധക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ചുമതല സുരക്ഷാ ജീവനക്കാർക്കായിരുന്നുവെന്നും ആ സമയം മുഖ്യമന്ത്രി വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നതായി വ്യക്തമാക്കുന്ന അന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. നിലവിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമല്ലെന്നും മർദ്ദനത്തിന് തൊട്ടുമുമ്പുള്ള കാര്യങ്ങൾ അതിലില്ലെന്നും പരാതിക്കാരും പ്രോസിക്യൂഷനും ഈ വിഷ്വൽസിനെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടായാൽ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങാമെന്നും അക്രമികളെ നേരിടാമെന്നും വ്യക്തമാക്കുന്ന 2011 സർക്കുലറും പ്രതിഭാഗം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതേസമയം കേസിൽ പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം ചുമത്തിയതിനെ പ്രതിഭാഗം ശക്തമായി ചോദ്യം ചെയ്തു. കൃത്യമായ തെളിവുകളില്ലാതെയാണ് വകുപ്പ് ചുമത്തിയതെന്നും അടിക്കു മുമ്പ് തലയിൽ കൈവച്ചില്ലായിരുന്നുവെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നു എന്ന വാദം വെറും ഭാവനാസൃഷ്ടി മാത്രമാണെന്നും പ്രതിഭാഗം വാദിച്ചു. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. മെയ് 30 രാവിലെയാണ് SIT കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം പരിശോധിച്ചത് അന്നേ ദിവസം വൈകുന്നേരമാണ്. ആയുധം പരിശോധിക്കുന്നതിന് മുമ്പ് എങ്ങനെ നരഹത്യാശ്രമം ചുമത്തി റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്നും പ്രതിഭാഗം കോടതിയിൽ ചോദിച്ചു. വാദം കേൾക്കുന്നതിനിടെ കോടതിയുടെ ഭാഗത്തുനിന്നും സുപ്രധാന ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടായി. ഗൺമാൻമാരുടെ ചുമതല മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാത്രമല്ലേ എന്നും പുറത്തെ പ്രതിഷേധങ്ങളെ നേരിടാൻ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. ആദ്യ മെഡിക്കൽ റിപ്പോർട്ടിൽ ഗുരുതര പരിക്കുകൾ ഉള്ളതായി പരാമർശമില്ലെന്നും തലയിൽ ഏതു ഭാഗത്താണ് മുറിവെന്ന് വ്യക്തമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സുരക്ഷാ ജീവനക്കാർ പുറത്തിറങ്ങിയത് ജോലിയുടെ ഭാഗമാണെന്നും മർദ്ദിക്കാൻ ഉപയോഗിച്ചത് അവർക്ക് അനുവദിച്ചു നൽകിയ വസ്തുവാണെന്നും പറഞ്ഞ കോടതി മരണം സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള മർദ്ദനമാണെന്ന് ഡോക്ടർമാർ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും ചോദിച്ചു. കേസ് ഈ മാസം 6 വീണ്ടും പരിഗണിക്കും. ഡിജിറ്റൽ തെളിവുകളിൽ വ്യക്തത വരുത്താമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് അന്വേഷണം അവസാനിപ്പിച്ച വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഒടുവിൽ SIT അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിൽ സ്ക്രീൻഷോട്ട് സന്ദേശം ആര് സൃഷ്ടിച്ചുവെന്ന് തെളിയിക്കപ്പെടാതെ പോയ കേസിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമായിരുന്നു വിവാദ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. വടകര LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയ്ക്കെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകളിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ സന്ദേശം പ്രചരിപ്പിച്ചത്. മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, നമ്മളിൽ പെട്ടവനല്ലേ, ചിന്തിച്ചു വോട്ട് ചെയ്യുക എന്ന രീതിയിലായിരുന്നു സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. PK മുഹമ്മദ് കാസിം എന്നയാൾ വാട്സപ്പിൽ അയച്ചെന്ന് വരുത്തി തീർത്താണ് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. തുടർന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയിൽ MSF നേതാവ് കൂടിയായ മുഹമ്മദ് കാസിമിന്റെ പേരിൽ കേസെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM എന്നായിരുന്നു UDFന്റെ പ്രധാന ആരോപണം. ഇടത് സൈബർ പോരാളികളായ പോരാളി ഷാജി, അഡ്മിൻ വഹാബ്, അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിൻ മനീഷ്, റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത DYFI നേതാവ് റിബേഷ് എന്നിവർ സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവരുടെ പേരിൽ കേസെടുക്കണമെന്ന് മുഹമ്മദ് കാസിമിന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി പരിഗണിച്ചില്ല. തുടർന്ന് അന്വേഷണം അവസാനിപ്പിക്കുന്നതായി വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏപ്രിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. UDF അധികാരത്തിലേറിയതിന് പിന്നാലെ പാറക്കൽ അബ്ദുള്ള MLA പുനരന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പുനരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കാൻ നടപടിയായിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP കേസിന്റെ മേൽനോട്ടം വഹിക്കുമ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T മനോഹരനായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. വടകര പോലീസ് സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പേർ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ലഹരി വ്യാപനം തടയുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ നടക്കുകയാണ്. ഇന്ന് 1/2 കിലോ MDMA പിടികൂടിയതായി DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. 104 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 137 പേരെ അറസ്റ്റും ചെയ്തു. കൊച്ചി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് വാണിജ്യ അളവിൽ ലഹരി പിടിച്ചെടുത്തത്. മാർക്കറ്റിൽ 30 ലക്ഷത്തോളമാണ് ഇതിന്റെ വില. ലഹരി ഇടപാട് തടയാൻ അന്തർ സംസ്ഥാന തലത്തിലും നടപടികളുണ്ടാകും. അയൽ സംസ്ഥാനങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തും. ബംഗളൂരുവിൽ നിന്നാണ് പ്രധാനമായും MDMA എത്തുന്നത് എന്നും റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. കേരള പോലീസ് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും സെർച്ചസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഭാഗമായിട്ട് 104 കേസുകൾ ഡിറ്റക്ഷൻ ചെയ്തിട്ടുണ്ട്.
ഇതിലെ പ്രധാനമായിട്ട് 3 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉള്ള കേസുകൾ കൊച്ചി, മലപ്പുറം, കോഴിക്കോട് റൂറൽ രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ 8 ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ഉള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തു. പിന്നെ ബാക്കി 93 സ്മോൾ ക്വാണ്ടിറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരിക്കും മഴ തുടങ്ങുകയാണ്. കേരളത്തിൽ കാലവർഷം നാളെ എത്തും. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതിനെ തുടർന്ന് സംസ്ഥാനത്തും മഴ കനക്കുന്ന സാധ്യതയാണ്. നാളെ മഴ കൂടുതൽ ശക്തമാകും. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും 8 ജില്ലകളോളമുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷം എത്തുന്നതോടെ അടുത്ത ദിവസം മുതൽ മഴ കൂടുതൽ സജീവമാകും. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രതയും മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസവും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തീരദേശ മലയോര മേഖലകളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കടലിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദീതീരങ്ങളിലും അണക്കെട്ടുകൾക്ക് സമീപവും താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കണം. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് അറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ സർക്കാർ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ബ്ലൂ ഇക്കണോമിയുടെ ഭാഗമായുള്ള പ്രതിസന്ധി മറികടക്കാൻ സംവിധാനം വേണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ട്രോളിംഗ് നിരോധന സമയക്രമം പരിഷ്കരിക്കണമെന്നും വരൾച്ച പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഈ മാസം 9 മുതലാണ് 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ച യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ ട്രോളിംഗ് നിരോധനം കൊണ്ട് മാത്രം മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരുകൾക്ക് മുന്നിൽ വെച്ച പല ആവശ്യങ്ങളും ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. മണ്ണെണ്ണയും ഡീസലും വലകളുമെല്ലാം മുൻപുള്ളതിനേക്കാൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികളുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ സമീപനം വേണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു. ക്ലൈമറ്റ് ചേഞ്ച് അടുത്ത വർഷം എന്ന് പറയുന്നത് എൽനിനോ വർഷമാണ്. കടൽ ചൂട് പിടിക്കും, മത്സ്യം കിട്ടാണ്ട് പോവുകയാണ്. മത്സ്യം പിടിക്കണമെങ്കിൽ വരുന്ന ചിലവ് വളരെ ഗുരുതരമാണ്. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 167 രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ 15 രൂപയുള്ളൂ. ഈ പൈസ കൊടുത്ത് എങ്ങനെ മേടിച്ച് എങ്ങനെ ആഴ്ച മുതലാക്കും? മത്സ്യമേഖല വരൾച്ച പാക്കേജ് അനുവദിക്കണം. അനധികൃതം എല്ലാ മത്സ്യബന്ധനങ്ങളും തടയുകയും വേണം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നിരുത്സാഹപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് ഈ മേഖല പൂർണ്ണമായും വൻകിട കുത്തകൾക്ക് കൊടുക്കുകയാണ്. അവർ തീരത്ത് വന്ന് മുഴുവൻ മീൻ പിടിച്ചുകൊണ്ടുന്ന അവസ്ഥ നിൽക്കുന്നത്. ഇതൊക്കെ അങ്ങേറ്റ ഹാനികരമായ കാര്യമാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളുമായി ചർച്ച ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പലയിനം മത്സ്യങ്ങളും കടലിൽ വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. തെറ്റായ നയങ്ങളുടെ ഭാഗമായാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് തൊഴിലാളി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റ് സമരപരിപാടികൾ ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ല. എന്നാൽ സർക്കാർ അടിയന്തരമായി എല്ലാവരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. കാലവർഷത്തിലും തുലാവർഷത്തിലും 2 പാദത്തിലായി ട്രോളിംഗ് നിരോധനം ക്രമീകരിക്കാനുള്ള നീക്കമുണ്ടായെങ്കിലും അത് എങ്ങും എത്തിയിട്ടില്ല. നിലവിലെ 52 പകരം 60 ദിവസം എന്നുള്ളതായിരുന്നു ക്രമീകരണത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ ഈ ശുപാർശകൾ അംഗീകരിക്കപ്പെട്ടില്ല. ബ്ലൂ ഇക്കോണമി നയത്തിന്റെ ഭാഗമായുള്ള കടന്നുകയറ്റങ്ങളിലും തൊഴിലാളി സംഘടനകൾ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. മത്സ്യസമ്പത്ത് കുറയുന്നതിനോടൊപ്പം മത്സ്യമേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ ചർച്ചയും പരിഹാരവും വേണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കൊച്ചി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി. മമത പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. 59 TMC MLA-മാരുടെ പിന്തുണക്കത്ത് ഋതബ്രത ബാനർജി ഹാജരാക്കി. ഇതോടെ മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നമടക്കം നഷ്ടമാകും. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിറകെ രാഷ്ട്രീയപരമായി കനത്ത തിരിച്ചടിയാണ് ബംഗാളിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിടുന്നത്. അച്ചടക്ക നടപടി സ്വീകരിച്ച് മമത തൃണമൂലിൽ നിന്ന് പുറത്താക്കിയ ഋതുപ്രത ബാനർജിയെ സ്പീക്കർ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു.
തൃണമൂൽ കോൺഗ്രസിന്റെ 59 MLA-മാരുടെ പിന്തുണ ചൂണ്ടിക്കാട്ടി ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായും അഗ്രുജുമാനെ ചീഫ് വിപ്പായും അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ആകെ 80 MLA-മാരുള്ള പാർട്ടിയിൽ 2/3 ഭാഗത്തിലധികം അംഗങ്ങളുടെ പിന്തുണയുള്ളതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ലെന്നും ഇനി തങ്ങളാണ് ഔദ്യോഗിക തൃണമൂൽ കോൺഗ്രസ് എന്നും ഋതുപ്രതാപ് വിഭാഗം അവകാശപ്പെട്ടു. ഇതോടെ ബംഗാളിൽ പടുത്തുയർത്തിയ പാർട്ടിയും ചിഹ്നവും മമതാ ബാനർജിക്ക് നഷ്ടപ്പെട്ടേക്കും. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ 80 MLA-മാരിൽ 20 പേർ മാത്രമായിരുന്നു പങ്കെടുത്തത്. MLA-മാർക്ക് പുറമെ മുതിർന്ന നേതാക്കളും വിമത നീക്കത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മലയാളികളായ KJ ജോർജും UT ഖാദറും അടക്കം 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. G പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും പാടി. DK മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ PCC അധ്യക്ഷനായി ഹരിപ്രസാദിനെ നിയമിച്ചു. കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയാണ് വോക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള DK ശിവകുമാർ. 64-കാരനായ DK 8 തവണ നിയമസഭാംഗവും 4 തവണ സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്നു. ചടങ്ങിനായി ലോക്ഭവനിലെത്തിയ അതിഥികളെ നേരിട്ടെത്തിയാണ് DK സ്വീകരിച്ചത്. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിലേന്തിയായിരുന്നു DKയുടെ സത്യപ്രതിജ്ഞ. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത G പരമേശ്വര. അംബേദ്കറുടെ പേരിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയും മറ്റൊരു വിശ്വസ്തനായ സതീഷ് ജാർക്കിഹോളിയും ഇന്ന് ചുമതലയേറ്റു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയും സത്യപ്രതിജ്ഞ ചെയ്തവരുടെ പട്ടികയിലുണ്ട്. സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് നിയമസഭാ സ്പീക്കറായിരുന്നു UT ഖാദർ. കാസർഗോഡ് ജില്ലയിലെ ഉള്ളാൾ സ്വദേശിയാണ്. മംഗളൂരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 4ാം തവണയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. KJ ജോർജ് കോട്ടയത്തെ കിടങ്ങൂർ സ്വദേശിയാണ്. അതേസമയം ശബ്ദവിവാദത്തിൽ കുടുങ്ങിയ മുൻ മന്ത്രി സമീർ അഹമ്മദും DKയുടെ വിശ്വസ്തനും മലയാളിയുമായ NA ഹാരിസും ടീമിലില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കേരള മുഖ്യമന്ത്രി VD സതീശൻ, രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ് അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 2.5 വർഷത്തെ ധാരണയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിലും 3 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥാനമൊഴിയാൻ കൂട്ടാക്കാത്തതോടെ കർണാടകയിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടായത്. ജൂൺ 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ വികസനമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുഞ്ഞുങ്ങൾക്കായി സമയം കണ്ടെത്തണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അണുകുടുംബങ്ങളിലെ തിരക്കിനിടയിൽ കുഞ്ഞുങ്ങളിൽ അമ്മയെന്ന ബോധം നഷ്ടപ്പെടുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും സ്നേഹത്തിന് ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയുമെന്നും അമ്മ പറഞ്ഞു. അമ്മയുടെ ദർശന പുണ്യം തേടി പൂരത്തിൻ്റെ നാട്ടിലേക്ക് എത്തിയത് ആയിരങ്ങളാണ്. രാത്രി വൈകിയും അമ്മയുടെ ദർശനം തുടരുകയാണ്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും വടക്കുംനാഥന്റെ മണ്ണിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ വരവേൽക്കാൻ പ്രമുഖരുടെ വൻനിരയെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയെ വേദിയിലേക്ക് ആനയിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി നന്ദാത്മജാനന്ദ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. തൃശൂർ ജില്ലയിലെ അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരി വിതരണവും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും വേദിയിൽ നടന്നു. തിരക്കുകൾക്കിടയിൽ കുഞ്ഞുങ്ങൾക്കായി സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞ അമ്മ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ ആഹ്വാനം ചെയ്തു. ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും പരസ്പരം ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. മനുഷ്യായാലും മൃഗമായാലും അമ്മയും കുഞ്ഞിനോടും കുഞ്ഞിനെ അമ്മയോടും ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. എന്നാൽ നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതം അലയുന്നു. അത് കിട്ടാതെ മരിക്കുകയും ചെയ്യും. സത്യത്തിൽ ഏറ്റവും അടുത്തറിയുന്നതും പരിചയമുള്ള ഭാവം സ്നേഹമാണ്. അത് നമ്മുടെ സ്വരൂപമാണ്. സ്വരൂപം ഒരിക്കലും മാറ്റാൻ കഴിയും. തൽക്കാലം മറവിതം സംഭവിക്കും. അതിനെ ഇല്ലാണ്ടാക്കാൻ സംഭവിക്കും. നമ്മുടെ സത്തായി ഒരിക്കലും വേർപെടുത്താൻ കഴിയാനായി ജീവാംശമാണ് എപ്പോഴും നമ്മളുണ്ടാകും. പിന്നെ തനിമയെ നശിപ്പിക്കാൻ സാധിക്കും. അതാണ് ജീവിതം കൊണ്ട് നേടേണ്ടത്.
ആ സ്നേഹമാണ്. അതാണ് ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. തുടർന്ന് നടന്ന അമൃത സംഗീതത്തിൽ സദസ്സ് ഭക്തിയിൽ ലയിച്ചു. ജീവിത തിരക്കുകൾക്കിടയിലും അമ്മയെ കാണാനെത്തിയ ഭക്തമനസ്സുകൾക്ക് ശാന്തി പകർന്ന ധ്യാനത്തിനു ശേഷം അമ്മയ്ക്കായി മക്കളുടെ ആരതി സമർപ്പണം. വർഷങ്ങൾക്ക് ശേഷം തൃശൂരിലെത്തിയ അമ്മയുടെ അമൃത ദർശനത്തിനായി ആയിരങ്ങളാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവ വേദിയിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സാമ്പത്തിക അഭിവൃദ്ധി ഉയർത്താനുമായി ആരംഭിച്ചതാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി അമൃതശ്രീ അംഗങ്ങൾക്ക് അമ്മയുടെ നേതൃത്വത്തിൽ വസ്ത്രവിതരണം നടത്തി. അടുക്കളയിലകപ്പെട്ട സ്ത്രീകളുടെ പുനരുദ്ധാരണത്തിന്റെ മികച്ച മാതൃകയാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ. സ്ത്രീകളുടെ ചെറു സംഘങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക സ്വാശ്രയത്വമുള്ളവരാക്കി മാറ്റുകയാണ് അമൃതശ്രീയുടെ അടിസ്ഥാന പ്രവർത്തനം. തൊഴിൽ പരിശീലനം നൽകിയും സംരംഭങ്ങൾ ആരംഭിച്ചും ആയിരക്കണക്കിന് വനിതകളാണ് അമ്മയുടെ കൃപ കൊണ്ട് സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കുന്നത്. അമ്മ കാരുണ്യത്തിന്റെ കടലാണ്. ആ കടലിന്റെ കരുതലാണ് സ്വാശ്രയ സംഘത്തിന്റെ ഭാഗമായിട്ട് സാരി വിതരണം നടത്തിയത്. നമ്മൾ ഇന്നിവിടെ സ്വാശ്രയ സംഘത്തിന് സാരി വിതരണം ചെയ്തു. അത് വെറും ഒരു സാരിയല്ല, അമ്മ മനസ്സാണ്. അമ്മയുടെ ഒരു കരുതലാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കരുത്താണ്. സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് സാമ്പത്തികമായി അവരെ ഉയർത്തുക എന്നുള്ളതാണ് സ്വാശ്രയ സംഘത്തിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. തൃശൂരിലെ അമ്മയുടെ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാകുമ്പോൾ അമൃതശ്രീ കുടുംബങ്ങളിലേക്കും അമ്മയുടെ സഹായം കൂടുതലെത്തുകയാണ്. അമൃതശ്രീ അംഗങ്ങളായ 6000 പേർക്ക് അമ്മയുടെ നേതൃത്വത്തിൽ പുതുവസ്ത്രങ്ങൾ നൽകി ആദരിച്ചു. ആത്മീയതയ്ക്കൊപ്പം സമൂഹത്തിന്റെ നെടുന്തൂണായ വനിതകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് അമ്മ. അമൃത ന്യൂസ്, തൃശൂർ. സദ്ഗുരു ശ്രീമാതാമൃതാനന്ദമയി ദേവിയുടെ പുണ്യസാന്നിധ്യത്തിൽ നൃത്തവിരുന്നൊരുക്കാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലാണ് ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ കൊച്ചുകൂട്ടുകാർ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയെ ഭക്തിസാന്ദ്രമാക്കിയാണ് ഈ കുരുന്നുകൾ അമ്മയ്ക്ക് മുന്നിൽ ചുവടുവെച്ചത്. അമ്മയുടെ കാരുണ്യക്കടലിന് മുന്നിൽ പ്രണാമമർപ്പിച്ച ഭക്തിയുടെയും കലയുടെയും ചടുലതാളങ്ങൾ കോർത്തിണക്കുകയായിരുന്നു ഈ കുരുന്നുകൾ. പരമ്പരാഗത ഗുജറാത്തി നൃത്തച്ചുവടുകളും രാധാകൃഷ്ണ പ്രണയത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങളുമെല്ലാം അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയെ ഭക്തിലഹരിയിലാഴ്ത്തി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അമൃതവർഷിണിയായ അമ്മയുടെ തൊട്ടരികെ നൃത്തം ചെയ്യാൻ കഴിഞ്ഞത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായാണ് ഈ കുട്ടികൾ കരുതുന്നത്. അമ്മയ്ക്ക് മുൻപിൽ നൃത്തം അവതരിപ്പിക്കാൻ മാസങ്ങളായുള്ള കഠിനാധ്വാനത്തിലാണ് ഈ കുരുന്നുകൾ. കുട്ടികളിൽ പലരും ആദ്യമായാണ് അമ്മയെ കാണുന്നതും ദർശനം ലഭിക്കുന്നതും. അമ്മയെ കാണാനും നൃത്തം അവതരിപ്പിക്കാനും കഴിഞ്ഞത് ഇരട്ടി മധുരമാണെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ ഇതുവരെ അമ്മനെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയുടെ മുൻപിൽ കാണണം എന്നുള്ളൂ. പക്ഷേ ഡാൻസ് കളിക്കാൻ വെച്ചൊരു ഭഗവാന്റെ അനുഗ്രഹം. 3 ടീമുണ്ട്. ഞങ്ങൾ രാധേനാച്ചെങ്കിൽ, പിന്നെ വേറെ കുട്ടികൾ ബൂത്ത്പടി, വേറൊരു നീലി ഡാൻസും ഉണ്ട്. അമ്മയുടെ ദർശനത്തിനായി കുട്ടികളെ എത്തിക്കാനും നൃത്തം ചെയ്യിപ്പിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് കുട്ടികളുടെ നൃത്ത അധ്യാപകരും പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് അമ്മ തൃശ്ശൂർ വരുന്നത്. അപ്പോൾ സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം അമ്മേനെ കാണുന്നു. കുട്ടികളായാലും കുറേ വർഷമായിട്ട് കുട്ടികൾ കളിക്കാറില്ല. അപ്പോൾ കളിക്കാൻ കിട്ടിയ ചാൻസ് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി തോന്നുന്നു. ഞങ്ങൾ സെമി ക്ലാസിക്കൽ പോലെയാണ്, ഒരു ഗുജറാത്തി ഡാൻസ്, പിന്നെ ഒരു സെമി ക്ലാസിക്കലായിട്ട് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ളൊരു രാധയും കൃഷ്ണത്തിൻ്റെ ഡാൻസ്, പിന്നെ നീലിനെ കുറിച്ചിട്ടുള്ളൊരു ഡാൻസ്. ആത്മീയതയുടെയും കലയുടെയും അപൂർവ സംഗമമായി മാറിയ വേദിയിൽ കൺകുളിർക്കെ അമ്മയെ കണ്ട ആടിയും പാടിയും നിറഞ്ഞ മനസ്സോടെയാണ് ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ ഈ കുരുന്നുകൾ മടങ്ങിയത്. അമൃത ന്യൂസ്, തൃശൂർ.
6 വർഷത്തിന് ശേഷം എറണാകുളം ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വെള്ളിയാഴ്ച വൈകിട്ട് കൊച്ചിയിലെത്തുന്ന അമ്മയെ താന്ത്രികാചാര്യൻ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടത്തിരിപ്പാട് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. 2 ദിവസങ്ങളിലും രാവിലെ 11-ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിഗാനസുതയും ധ്യാനവും തുടർന്ന് ദിവ്യദർശനവും ഉണ്ടാകും. ദർശനത്തിനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ജൂൺ 6, 7 തീയതികളിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. ശാന്തിയുടെ പ്രഭവകേന്ദ്രമായ അമ്മ എറണാകുളത്തേക്ക് എത്തുന്നത് വളരെ സന്തോഷമുള്ള അനുഭവമാണെന്ന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു. സംശയങ്ങൾ വരുമ്പോൾ സമാശ്വാസത്തിന്റെ കിരണം എപ്പോഴും ലഭിക്കാറുള്ളത് അമ്മയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ അമ്മയുടെ സന്ദർശനം മക്കൾക്ക് ആശ്വാസമേകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ട 6-7 വർഷങ്ങൾക്ക് ശേഷം ലോകത്ത് ശാന്തിയുടെ പ്രഭവകേന്ദ്രമായ അമ്മ അമൃതാനന്ദമയി എറണാകുളത്തേക്ക് വരുന്നു. വളരെ സന്തോഷകരമായ ഒരു പരിസ്ഥിതി. അമ്മയും നിലാവും ഉള്ള കാലത്തെ സുഖമുള്ളൂ എന്ന് പഴയ ആളുകൾ പറയും. എൻ്റെ അനുഭവവും അതാണ്. ഒരു അദ്വൈതിയും യോഗശാസ്ത്ര വിദ്യാർത്ഥിയുമായ എനിക്ക് പലപ്പോഴും സംശയങ്ങൾ വരുമ്പോൾ സമാശ്വാസത്തിൻ്റെ ഒരു കിരണം എങ്ങുനിന്നില്ലാതെ അയച്ചു കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അതിൻ്റെ പുറത്താണ് ഇത്രയും വർഷമായി കഴിഞ്ഞു പോകുന്നത്. എത്ര പ്രായമായാലും അമ്മയ്ക്ക് കുട്ടികൾ തന്നെ എന്ന് പറയാറുണ്ടല്ലോ. അമ്മയ്ക്ക് നൂനം മകൻ എത്ര വൃദ്ധനായി പോകിലും പിഞ്ചു പിടാവു തന്നെ എന്നാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൽ അടിയുറച്ചാണ് അമ്മ പ്രവർത്തിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ആ ചാരുതയ്ക്ക് സമസ്ത വിജയവും ആശംസിക്കാൻ ഞാൻ ആളല്ല, അത് കൊതിക്കാൻ ഞാൻ ആളാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു വഴിയിൽ അമ്മയുടെ അരികിലേക്ക് പോകാം. നമസ്കാരം. അമ്മയെ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണെന്ന് ഹൈബി ഈഡൻ MP. 6 വർഷത്തിനു ശേഷം അമ്മ വരുന്നു എന്നത് പ്രാർത്ഥനാനിരതമായ നിമിഷങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാതാ അമൃതാനന്ദമയി ദേവി അമ്മ കൊച്ചിയിലെ ബ്രഹ്മസ്ഥാനത്ത് 6, 7 തീയതികളിൽ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള അമ്മയുടെ ഭക്തജനങ്ങൾ ലോകത്തെല്ലായിടത്തും അമ്മയെ കേൾക്കാനും കാണാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്നും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണെങ്കിലും ഒരുപാട് വിദ്യാഭ്യാസ ആതുര സേവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിലും എപ്പോഴും അമ്മയെ കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്ന ബ്രഹ്മസ്ഥാനത്തും ഒരിടവേളയ്ക്ക് ശേഷം അമ്മ വരുന്നു എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രാർത്ഥനാ നിർഭരമായ സന്ദർഭമാണ്. ആ വേളയിലേക്ക് എല്ലാ ആശംസകളും അതുപോലെ തന്നെ എല്ലാ നന്മകളും ഈ അവസരത്തിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്.